ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, എൻ്റെ ഒരു 2 യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുണ്ട്. ഞാൻ മെയിൻലി ഉപയോഗിക്കുന്നത് UPI യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡാണ്. പിന്നെ എൻ്റെ ഉള്ളത് ഇപ്പോൾ ഓൾറെഡി ഉള്ളത് പിന്നെ നമ്മുടെ BYFC ക്രെഡിറ്റ് കാർഡാണ്. ബാക്കി വേറൊരു കാർഡ് ഉണ്ടായിരുന്നു, ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, യെസ് ബാങ്കിലെല്ലാം നമുക്ക് ഷെയർ ലിമിറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുക, അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ലിമിറ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ ഫ്രീ അല്ലാത്ത കാർഡുകളൊക്കെ ഞാൻ ക്ലോസ് ചെയ്തു, അങ്ങനെ ഉണ്ടായത്. അപ്പോൾ നമുക്ക് ആക്ച്വലി നോർമലി നമ്മുടെ യെസ് ബാങ്ക് കാർഡിനോ ഉണ്ടായിരുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് 2,81,000 ആയിരുന്നു. അതിപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക, ലിമിറ്റ് ഇൻക്രീസ് ഓഫർ കിട്ടിയിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആപ്പിൽ തന്നെ കാണാം, ഓഫർ ഉണ്ടെങ്കിൽ ആപ്പിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളും യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡൊക്കെ ഞാൻ സെപ്പറേറ്റ് നമ്പറിൽ ഉപയോഗിക്കുന്നത്, അല്ലാണ്ട് എനിക്ക് 2 മെയിൻ നമ്പറുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് നമ്പറിലാണ്. ബാങ്ക് അക്കൗണ്ടും ഉണ്ട് എനിക്ക് 2 നമ്പറിലും, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകളും ഉണ്ട്. അപ്പോൾ ഞാൻ യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എനിക്ക് ആക്ച്വലി എൻ്റെ S23 നോർമൽ S23 ഫോണിലുള്ള നമ്പറിലാണ്. അപ്പോൾ ഞാൻ അത് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇതെൻ്റെ S23 അൾട്രയാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് അറിയാം, ഞാൻ നോർമലി 3 ഫോൺ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ 2 ഫോണിൽ എൻ്റെ മെയിൻ നമ്പേഴ്സാണ് രണ്ടും. ഒരെണ്ണം എന്താ പറയുക, എന്താണ് നമ്മുടെ ഓഫീസ് നമ്പറും, ഒരെണ്ണം നമ്മുടെ എന്താ പറയുക, പിന്നെ ഒരെണ്ണം നമ്മുടെ പേഴ്സണൽ നമ്പറുമാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് വരാം. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ടോടെ കൊടുക്കാം. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഓൾറെഡി സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ 2,81,000 ഉണ്ടാകുന്ന സാധനം നമുക്കിപ്പോൾ 3,23,000 ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് സംഭവങ്ങൾ കൂടെ കാണാം. അപ്പോൾ തന്നെ സാധനം മാറിയിട്ടുണ്ട് കേട്ടോ. അതാണ് നമുക്കിപ്പോൾ ഓഫർ വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് യെസ് ബാങ്ക് ഇപ്പോൾ അത്യാവശ്യം ഓഫർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓഫർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യെസ് ബാങ്ക് കാർഡ് അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 8 മാസം 9 മാസമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി വേണമെങ്കിൽ അവരുടെ കസ്റ്റമർ കെയറിനെ വിളിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ കസ്റ്റമർ കെയർ ഇമെയിലിനെ നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയുക, ഇൻകം പ്രൂഫോ അല്ലെങ്കിൽ 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സാലറി വരുന്നതോ അല്ലെങ്കിൽ ഇൻകം വരുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്രെഡിറ്റും ഡെബിറ്റും ആയിട്ടുള്ള ഫുൾ നോർമലായിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് അത്യാവശ്യം സിബിൽ സ്കോറും വേണം, അത് വേറെ കാര്യം. അപ്പോൾ സിബിൽ സ്കോറും വേണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻകം ബേസ്ഡ് നിങ്ങളുടെ ഓൾറെഡി തന്നേക്കണ നിങ്ങളുടെ എന്താ പറയുക ലിമിറ്റ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഓഫർ അവരെ അപ്പം തന്നെ തരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ SMS ആയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലായിട്ട് നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിലും കാണാം. അപ്പോൾ ആപ്പിലാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആപ്പിൽ കൂടെ തന്നെ ജസ്റ്റ് ഒരു OTP വരെ മാത്രമേ വേണ്ടൂ. അത് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്താ പറയുക ഇൻക്രീസ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ വാട്സപ്പിലോ അല്ലെങ്കിൽ സംഭവത്തിലൊക്കെ മെസ്സേജൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർ ലിങ്ക് നോർമലി പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അത് സൂക്ഷിക്കാൻ മറക്കണ്ട, ഒഫീഷ്യലാണോ നോക്കണം കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ യെസ് ബാങ്കിൻ്റെ സൈഡിലേക്കാണ് പോകുക. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ OTP ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആരെങ്കിലൊക്കെ എന്താ പറയുക യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ കയറിയിട്ട് നോക്കാൻ മറക്കണ്ട, അതിൽ ഓഫർ സെക്ഷനിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം വന്നപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണുന്നവർ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ആകുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നമ്മൾ സർട്ടിഫിക്കേഷൻ്റെ കാര്യമൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ. ഞാൻ ആക്ച്വലി വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ്, അപ്പോൾ റോട്ടിലാണ്. അപ്പോൾ ഞാൻ സൗണ്ട് കേൾക്കുന്നതെന്ന് അറിയില്ല, ഞാൻ ആക്ച്വലി ജെല്ലും കാര്യങ്ങളൊക്കെ അടച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. അല്ല, സൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി നോയ്സ് ക്യാൻസലൊക്കെ ഓൺ ആക്കിയിട്ടൊക്കെ ഉണ്ട്. ഇത് ഞാൻ ആക്ഷൻ ക്യാമറയിലൂടെ ഇടുന്നത് DJ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.